ദൈവദോഷം പറയരുത് ശ്രേയെ. ഈ ലോകത്ത് അടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്തായിരിക്കുമെന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിയന്ത്രിക്കുന്ന ഒരു ശക്തി എന്തായാലും ഉണ്ട്. അതിനെ നമ്മളെല്ലാം വിശ്വസിച്ചേ പറ്റൂ. അടുത്ത നിമിഷം ഈ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ കുറച്ചു നേരം മുമ്പ് ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടവള് ഇനിയും മഹിയേട്ടനെന്നും വിളിച്ചോണ്ട് കയറി വന്ന അവളെ ഞാൻ അടിച്ചിറക്കിയിരിക്കും. ആ കാര്യത്തില് ഒരു പ്രകൃതി ശക്തിക്കും ഇടപെടാൻ പറ്റില്ല. എന്റെ ശ്രീ മഹേശ്വര, എന്റെ മഹിയേട്ടനെ രക്ഷിക്കണേ. ഒരു കുഴപ്പവും സംഭവിക്കാതെ മഹിയേട്ടൻ തിരിച്ചു വരണേ. മഹിയേട്ടന് വേണ്ടി നടത്തുന്ന ഓപ്പറേഷൻ അത് വിജയിക്കണേ എന്റെ ശ്രീ മഹേശ്വര. സിസ്റ്റർ, എന്തായി? മഹിയേട്ടൻ ഓപ്പറേഷന് കൊണ്ടുപോയോ? OT-യിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ക്രിട്ടിക്കലാണ് അവസ്ഥ. പേഷ്യന്റിന് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് നിങ്ങളുടെ റിലേറ്റീവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഡോക്ടറെ കളിയാക്കുന്ന പോലെയാ സംസാരിച്ചത്. ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് പേഷ്യന്റ് രക്ഷപ്പെടാൻ വേണ്ടിയും ഈശ്വരാധീനം ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാ. അതിന് കളിയാക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? ഡോക്ടർ മാന്യനായതുകൊണ്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാനെങ്ങാനോ ആയിരുന്നെങ്കിൽ നല്ല മറുപടി പറഞ്ഞേനെ. മഹിയേട്ടനെല്ലാം മാറി സുഖമായ മാത്രം മതി. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. എന്റെ ശ്രീ മഹേശ്വര, മഹിയേട്ടനെ കാത്തോണ്ട്. സിസ്റ്റർ, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാ. ഓപ്പറേഷൻ നടക്കുമ്പോ ഞാൻ അവിടെ പോയി മഹിയേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. പാവം കുട്ടി, അതിനെ ഒരു പെണ്ണ് ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയതാ. അകത്ത് കയറ്റി എന്നെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. ആഹാ, അതുകൊള്ളാലോ. പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറായിട്ട് വന്നവരാണോ ചേട്ടന് ജോലി തരുന്നതും പിരിച്ചുവിടുന്നതും? ആ പേഷ്യന്റിന്റെ കൂടെ വന്നതിൽ ഏറ്റവും ആത്മാർത്ഥമുള്ള കുട്ടിയാ ഇപ്പൊ പോയത്. വേറൊരുത്തി അവിടെ ഫുൾ ഷോയാ. അവളായിരിക്കും ഇറക്കി വിട്ടത്. അതെ. ഇനി ആ കുട്ടി തിരിച്ചു വരുമ്പോ ചേട്ടൻ തടഞ്ഞു വെക്കരുത്. അകത്തേക്ക് കയറ്റി വിട്ടേക്കണം. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ്, ഒരു കുഴപ്പമില്ല. ശരി. എന്റെ ശ്രീ മഹേശ്വര, മഹിയേട്ടന് വേണ്ടി എനിക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ പൂജിക്കണം. സർവശക്തനല്ലേ ഭഗവാൻ, സർവവ്യാപിയല്ലേ ഭഗവാൻ. ഈ ഭാഗത്ത് എവിടെ ശ്രീ മഹേശ്വരന്റെ ക്ഷേത്രം എന്ന് പോലെ എനിക്കറിയില്ല. എനിക്ക് വഴി കാണിച്ചു തരണേ ഭഗവാനെ.